6ാം സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ ഒന്നാമത്തെ പാർട്ട് വീഡിയോ ആണിത്. ഫുൾ ടെക്സ്റ്റ് എക്സ്പ്ലനേഷൻ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തുള്ള റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻസും ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. മാത്രമല്ല കമൻറ്റ് സെക്ഷനിൽ ആ വീഡിയോ ലിങ്ക് പിൻ ചെയ്തും വച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 6ാം സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ ഒന്നാമത്തെ യൂണിറ്റ് കാസ്കറ്റ്സ് ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ ജീവൻ്റെ ചെപ്പുകൾ. കാസ്കറ്റ് എന്ന് വെച്ചാൽ ചെപ്പുകൾ എന്നുള്ള മീനിങ് ആണ്. ലൈഫ് ജീവൻ്റെ, അപ്പോൾ ജീവൻ്റെ ചെപ്പുകൾ. അപ്പോൾ അതിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈവൻ സ്മോളർ ദെൻ ആൻ ആൻഡ് ദെയർ ആർ സോ മെനി കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അറൗണ്ട് us. നമുക്ക് ചുറ്റും ഒരുപാട് തരത്തിലുള്ള മൃഗങ്ങളും സസ്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ. ബിഗ് സ്മോൾ ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഷേപ്സ് ആൻഡ് സോ ഓൺ. ചിലതൊക്കെ ബിഗ് ആയിരിക്കും, വളരെ വലുതായിരിക്കും. ചിലതൊക്കെ സ്മോൾ, ചെറുതായിരിക്കും. ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്, വ്യത്യസ്ത കളറിലുള്ളവയായിരിക്കും. ഷേപ്സ്, വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പിലുള്ളവയായിരിക്കും. അങ്ങനെ പല രീതിയിൽ ആ മൃഗങ്ങളും സസ്യങ്ങളും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. Try to write down the organisms given below in the order of their size. Let the biggest be the first. അതായത് ഇവിടെ കുറച്ച് ഓർഗാനിസത്തിൻ്റെ പേരുകൾ ബോക്സിൽ തന്നിട്ടുണ്ട്. കണ്ടായിരുന്ന ഗോട്ട്, എലിഫൻറ്റ്, ക്യാമൽ, ആൻഡ് ഹോഴ്സ്. അങ്ങനെ ഈ തന്നിട്ടുള്ള മൃഗങ്ങളെ അവയുടെ സൈസിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും വലുത് ഫസ്റ്റ് വരണം എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു ബോക്സ് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ട്രയാങ്കിൾ ഷേപ്പിൽ തന്നിട്ടുള്ള ബോക്സിൻ്റെ അകത്ത് നമ്മളത് എഴുതണം. ഒന്നിവിടെ എഴുതിയിട്ടുണ്ട് ആൻഡിനെക്കാട്ടിയും ചെറിയ ജീവികളെ നമ്മൾ താഴോട്ട് മാർക്ക് ചെയ്യണം, വലിയ ജീവികളെ നമ്മൾ മുകളിലോട്ട് മാർക്ക് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. എങ്ങനെ നമുക്ക് ചെയ്യാം? ഇതെവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ആൻഡിനെക്കാട്ടിയും ചെറിയ ജീവികൾ ഏതൊക്കെയാണ്? വൈറസ്, ബാക്ടീരിയ, ഫംഗൈ. ഏതൊക്കെയാണ്? വൈറസ്, ബാക്ടീരിയ, ഫംഗൈ. അത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി ആൻഡിനെക്കാട്ടിയും വലിയ ജീവികളാണ് നമുക്ക് ആ ബോക്സിൽ തന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അവയുടെ സൈസ് അനുസരിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഏറ്റവും വലിയ ജീവി എന്ന് പറയുന്നത് എലിഫൻ്റ് ആണ്. എലിഫൻറ്റിനെക്കാട്ടിയും ചെറുത് ക്യാമലിനെക്കാട്ടിയും ചെറുതാണ് ഹോഴ്സിനെക്കാട്ടിയും ചെറുതാണ് ഗോട്ടിനെക്കാട്ടിയും ചെറുതാണ് ആൻഡ്. അപ്പോൾ ഇത്രയും ജീവികളുടെ പേരാണ് അവിടെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ടായിരുന്നത്. അത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ആൻഡിനെക്കാട്ടിയും ചെറിയ ജീവികളുടെയൊക്കെ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു. അവിടെ ഏതൊക്കെ നമ്മൾ കൊടുത്തു? വൈറസ്, ബാക്ടീരിയ. അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്? ഇസ് ആൻഡ് ദ സ്മോളസ്റ്റ് ക്രിയേച്ചർ ഓൺ ലാൻഡ്. നമ്മുടെ ലാൻഡിലെ കരയിലെ ഏറ്റവും ചെറിയ ജീവി ആൻഡ് ആണോ, ഉറുമ്പാണോ? അല്ലല്ലോ. വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് ക്രിയേച്ചർ യു ഹാവ് സീൻ. നിങ്ങൾ കണ്ട ഏറ്റവും ചെറിയ ജീവി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു ആൻഡിനെക്കാട്ടിയും ചെറിയ ജീവികളാണ് ഇതൊക്കെ, ഈ വൈറസ്, ബാക്ടീരിയ, ഇതൊക്കെ. പക്ഷേ ഇവയെ നമുക്ക് സാധാരണ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധ്യമല്ല, കുറച്ച് പാടാണ് അല്ലേ. Won't there be even smaller organisms in water and air too? നമുക്കറിയാം നമ്മുടെ വെള്ളത്തിലും എയറിലും അന്തരീക്ഷത്തിലും ഒക്കെ ഈ ചെറിയ ഓർഗാനിസംസ് ഉണ്ട്. ഹൗ ക്യാൻ വി സീ മൈന്യൂട്ട് ഓർഗാനിസം? ഇങ്ങനെയുള്ള മൈന്യൂട്ട് എന്ന് ചുറ്റും ചെറിയ ജീവികളെ നമുക്ക് എങ്ങനെയാണ് കാണാൻ കഴിയുന്നത്? ഷാൽ വി യൂസ് എ ഹാൻഡ്ലെസ് ടു സീ ദ മൈന്യൂട്ട് ഓർഗാനിസംസ്? ഈ പറയുന്ന മൈന്യൂട്ട് ഓർഗാനിസത്തിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചാലോ? ഹാൻഡ് ലെൻസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാം, ചില ഈ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഒക്കെ വാങ്ങുമ്പോൾ അതിനോടൊപ്പം ചെറിയൊരു രൂപം, അതിൻ്റെ ആ ഒരു ചെറിയൊരു രൂപം നമുക്ക് കിട്ടാറുണ്ട്. അല്ലാതെ നമുക്ക് കടയിൽ നിന്ന് നല്ല രീതിയിലുള്ള ഹാൻഡ് ലെൻസ് വാങ്ങാനും കഴിയും കേട്ടോ. ഈ കുട്ടിയുടെ കയ്യിലിരിക്കുന്നതാണ് ഹാൻഡ് ലെൻസ്. അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ ചെറിയ ജീവികളെ അല്ലെങ്കിൽ ചെറിയ വസ്തുക്കളെ നമുക്ക് വലുതാക്കി കാണാൻ സാധിക്കും. ഒബ്സർവ് ആൻ ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഹാൻഡ് ലെൻസ്. ഒരു ഹാൻഡ് ലെൻസ് വെച്ചിട്ട് ഒരു ആൻഡിനെ നോക്കുവാൻ, ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹൗ ബിഗ് ഡസ് ഇറ്റ് അപ്പിയർ? ഇത് എത്രത്തോളം വലുതായിട്ട് അത് കാണുന്നത്? നൗ ഒബ്സർവ് എ ക്രിയേച്ചർ സ്മോളർ ദെൻ ആൻ ആൻഡ് യൂസിങ് എ ഹാൻഡ് ലെൻസ്. ഈ ആൻഡിനെക്കാട്ടിയും ചെറിയൊരു ജീവിയെ ഹാൻഡ് ലെൻസ് വെച്ചിട്ട് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹൗ ക്യാൻ ബി ഒബ്സർവ് ഓർഗാനിസംസ് ദറ്റ് ക്യാനോട്ട് ബി സീൻ ബൈ നേക്കഡ് ഐ. നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട്, നേക്കഡ് ഐ എന്ന് വെച്ചാൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തവയെ, ഓർഗാനിസത്തിനെ നമുക്ക് എങ്ങനെ ഒബ്സർവ് ചെയ്യാം എന്നൊരു ക്വസ്റ്റ്യനായിട്ട് ഇവിടെ ചോദിച്ചേക്കണം. എങ്ങനെ ഒബ്സർവ് ചെയ്യാം? അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. എന്താണ് മൈക്രോസ്കോപ്പ്? മൈക്രോ ഓർഗാനിസംസ് ദറ്റ് ക്യാനോട്ട് ബി സീൻ ബൈ ദ നേക്കഡ് ഐ ക്യാൻ ബി ഒബ്സർവ് ത്രൂ ദ മൈക്രോസ്കോപ്പ്. അതായത് നേക്കഡ് ഐ എന്ന് വെച്ചാൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത മൈക്രോ ഓർഗാനിസംസ്, ചെറിയ ഓർഗാനിസത്തിനെ കാണാൻ വേണ്ടിയിട്ട് ക്യാൻ ബി ഒബ്സർവ്ഡ്, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്ത് വഴിയാണ് ഉപയോഗിക്കുന്നത്? ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത്
ആ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഓർഗാനിസത്തിനെ ഒബ്സർവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? മൈക്രോസ്കോപ്പ്. ഏതാണ്? മൈക്രോസ്കോപ്പ്. അടുത്തതായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത്, ഈ കുട്ടി മുതിർന്ന ഒരാളുടെ ഒരു സംശയം ചോദിക്കുകയാണ്, വിൽ മൈ സെൽസ് ആൾസോ ഗ്രോ ആസ് ഐ ഗ്രോ? ഞാൻ വളർന്ന് വലുതാകുന്നതിനനുസരിച്ച് എൻ്റെ കോശവും വളരുമോ? എൻ്റെ ഓരോ സെൽസും വളരുമോ എന്നാണ് കുട്ടി ഒരു മുതിർന്ന ആളിൻ്റെ അടുത്ത് സംശയമായിട്ട് ചോദിക്കുന്നത്. അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അതായത് ഡു സെൽസ് ഗ്രോ അപ്പ് വിത്ത് ദ ചൈൽഡ്? കുട്ടി വളരുന്നതിനനുസരിച്ച് സെല്ലും വളരുമോ? അവിടെയാണ് നമ്മൾ ഇവിടെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്, കവല്യ കോശങ്ങളുണ്ടല്ലോ, മുതിർന്ന ആളിൻ്റെയും ചെറിയ ആളിൻ്റെയും കവല്യ കോശങ്ങൾ എടുത്തിട്ട് അതിനെ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ആ കോശങ്ങളുടെ സൈസ് ഒബ്സർവ് ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? ഒരു മൈക്രോസ്കോപ്പ് വേണം, ഒരു സ്ലൈഡ് വേണം, പ്യുവർ വാട്ടർ വേണം, പിന്നെ മെഥിലിൻ ബ്ലൂ സ്റ്റെയിൻ വേണം, പിന്നെ 2 ന്യൂ ടൂത്ത് ബ്രഷസ് വേണം, പിന്നെ ഒരു കവർ ഗ്ലാസ് വേണം. ഇത്രയാണ് വേണ്ടത്. എന്നിട്ട് ഈ മുതിർന്ന ആളിൻ്റെയും ചൈൽഡിൻ്റെയും ചീക്ക് സെൽസ് എന്ന് വെച്ചാൽ കവളിലെ കോശങ്ങൾ എടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുകയാണ്. എങ്ങനെയാണ് ചീക്ക് സെൽസ് കളക്ട് ചെയ്യാനുള്ളതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ചീക്ക് സെൽസിൻ്റെ രൂപമാണ് ഈ ലെഫ്റ്റ് സൈഡിൽ തന്നിട്ടുള്ളത്. കണ്ടോ? ചീക്ക് സെൽസ് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു പിക്ചറാണ് തന്നിട്ടുള്ളത്. ഡു യു നോട്ടീസ് എനി ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് ദി ചീക്ക് സെൽസ് ഓഫ് ദി ചൈൽഡ് ആൻഡ് ദ അഡൾട്ട്? ആ അഡൾട്ടിൻ്റെയും ആ ചൈൽഡിൻ്റെയും ചീക്ക് സെൽസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് കാണാൻ കഴിയുന്നുണ്ടോ? കമ്പയർ യുവർ ഫൈൻഡിങ്സ് വിത്ത് ദ ഗേഴ്സ് യു മെയ്ഡ്. നിങ്ങളുടെ ഊഹവുമായിട്ട് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിലുള്ള രൂപവും പിന്നെ നമ്മൾ ഊഹിച്ചു വെച്ചിരുന്നതും. അപ്പോൾ ഇവിടെ അവർ തമ്മിൽ യാതൊരുവിധ വ്യത്യാസം, ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ മുതിർന്ന ആളിൻ്റെയും കുട്ടിയുടെയും ചീക്ക് സെൽസ് തമ്മിൽ യാതൊരുവിധ വ്യത്യാസമില്ല, സെയിം സൈസ് തന്നെയായിരിക്കും. കാരണം എന്താണ്? ഇത് കവിളിലെ കോശങ്ങൾ എല്ലാവർക്കും ഒരേ സൈസിലുള്ളതായിരിക്കും. പക്ഷേ കവിളിലെ കോശങ്ങളുടെ എണ്ണം കുട്ടിക്ക് കുറവും മുതിർന്ന ആളിന് കൂടുതലുമായിരിക്കും അല്ലേ? മുതിർന്ന ആൾ വലിയ ആളാണല്ലേ, സൈസ് വലുതാണ്. അപ്പോൾ ആളിന് കൂടുതൽ കോശങ്ങൾ ഉണ്ടാവും കവിളിൽ. പക്ഷേ ഈ കുട്ടിക്ക് കുറച്ച് കോശങ്ങളെ ഉണ്ടാവുള്ളൂ. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഈ കോശങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, സൈസ് ഒരേപോലെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഹൗ ഡസ് ദ ബോഡി ഗ്രോ വിത്തൗട്ട് ബ്രിങ്ങിങ് അബൌട്ട് എനി ചേഞ്ച് ഇൻ ദ സൈസ് ഓഫ് ദി സെൽസ്? അങ്ങനെയാണെങ്കിൽ സെല്ലിൻ്റെ സൈസിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ എങ്ങനെയാണ് നമ്മുടെ ശരീരം വളരുന്നത്? അതാ ചോദിച്ചേക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ ശരീരം വളരുന്നത്? കോശങ്ങളുടെ സൈസിൽ വ്യത്യാസമില്ല, പക്ഷേ കോശങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടല്ലേ? കോശങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും വളർന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു അഡൾട്ടായ ആളിൻ്റെ കോശങ്ങളുടെ എണ്ണവും ചൈൽഡിൻ്റെ കോശങ്ങളുടെ എണ്ണവും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? അഡൾട്ടായ ആളിൻ്റെ കോശങ്ങളുടെ എണ്ണം കൂടുതലും ചൈൽഡിൻ്റെ കോശങ്ങളുടെ എണ്ണം കുറവുമായിരിക്കും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ പിക്ചർ കണ്ടോ? ഒരു ആൾ നിന്ന് വീട് പണിയുവാണല്ലേ. അപ്പോൾ ആ പിക്ചറിൽ നോക്കിയിട്ട് ആൻഡ് ഡ്രോ യുവർ ഇൻഫറൻസസ്, നിങ്ങളുടെ നിഗമനം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു പോയിന്റുമായിട്ട് ബന്ധപ്പെടുത്തി വേണം ഈ ഒരു നിഗമനം എഴുതേണ്ടത്. ഡു വി യൂസ് ബിഗ് ബ്രിക്സ് ഫോർ ബിൽഡിംഗ് ബിഗ് ഹൗസസ് ആൻഡ് സ്മോൾ ഓൺസ് ഫോർ സ്മോൾ ഹൗസസ്? അതായത് നമ്മൾ വലിയ വീട് നിർമ്മിക്കുമ്പോൾ വലിയ ഇഷ്ടികയും ചെറിയ വീട് നിർമ്മിക്കുമ്പോൾ ചെറിയ ഇഷ്ടികയുമാണോ ഉപയോഗിക്കുന്നത്? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് ദി ഹൗസസ്? വീടിൻ്റെ വലിപ്പത്തിൽ ഈ ഒരു ഡിഫറൻസ് വരാനുള്ള കാരണം എന്താണ്? Based on this, find out the reason for the difference in the size of organisms. Write it down your science. നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ഇതേപോലെ നമ്മുടെ ഓർഗാനിസത്തിൻ്റെ സൈസിൽ ഡിഫറൻസ് വരാൻ കാരണം എന്ത് എന്നുള്ളത് എഴുതണം. നമുക്ക് അപ്പോൾ അതിൻ്റെ ആൻസർ ഒന്ന് എഴുതാം. അപ്പോൾ അവിടെ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡോ വി യൂസ് ബിഗ് ബ്രിക്സ് ഫോർ ബിൽഡിംഗ് ബിഗ് ഹൗസസ് ആൻഡ് സ്മാൾ വൺസ് ഫോർ സ്മാൾ ഹൗസസ്? നമ്മൾ വലിയ വീട് നിർമ്മിക്കാൻ വലിയ ഇഷ്ടികയും ചെറിയ വീട് നിർമ്മിക്കാൻ ചെറിയ ഇഷ്ടികയുമാണോ ഉപയോഗിക്കുന്നത്? എന്താണ് ആ ഒരു വീടിൻ്റെ സൈസിലുള്ള ഡിഫറൻസിന് കാരണം എന്താണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എഴുതാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നോ, വി ഡു നോട്ട് യൂസ് ബിഗ് ബ്രിക്സ് ഫോർ ബിൽഡിംഗ് ബിഗ് ഹൗസസ് ആൻഡ് സ്മോൾ വൺസ് ഫോർ സ്മോൾ ഹൗസസ്.
ആ ക്വസ്റ്റ്യനിലുള്ള അതേപോലെ എഴുതിയേക്കുന്നത്. വി ഡു നോട്ട് എന്നുള്ളത് നമ്മൾ ചേർത്തിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്നില്ല അല്ലേ. വലിയ ഇഷ്ടിക വലിയ വീട് നിർമ്മിക്കാനും ചെറിയ ഇഷ്ടിക ചെറിയ വീട് നിർമ്മിക്കാനും നമ്മൾ ഉപയോഗിക്കുന്നില്ല, അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നോ ഇല്ല. വി ഡു നോട്ട് യൂസ് നമ്മൾ ഉപയോഗിക്കുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. എന്താ ബിഗ് ബ്രിക്സ് വലിയ ഇഷ്ടിക എന്തിനാണ്? ഫോർ ബിൽഡിംഗ് ബിഗ് ഹൗസസ് വലിയ വീട് നിർമ്മിക്കുവാൻ. ആൻഡ് സ്മോൾ വൺസ് ചെറിയ ഇഷ്ടിക ഫോർ സ്മോൾ ഹൗസസ് ചെറിയ വീടിന് വേണ്ടി ചെറിയ ഇഷ്ടികയും നമ്മൾ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഇനി അതിൻ്റെ റീസൺ എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ റീസൺ ഫോർ ദ ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് ദി ഹൗസസ് ഈസ് ഹൗസസിൻ്റെ അല്ലെങ്കിൽ വീടുകളുടെ സൈസിൽ വ്യത്യാസം വരുന്നതിൻ്റെ റീസൺ എന്താണ്? ദ നമ്പർ ഓഫ് ബ്രിക്സ് യൂസ്ഡ് അവിടെ ഉപയോഗിക്കുന്ന ഇഷ്ടികകളുടെ എണ്ണം അല്ലേ. അവിടെ ഉപയോഗിക്കുന്ന ഇഷ്ടികകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം കാരണമാണ് അവിടെ വലിയ വീടും ചെറിയ വീടും അങ്ങനെയുള്ളൊരു ഡിഫറൻസ് വരുന്നത്. മനസ്സിലായോ? ദ റീസൺ ഫോർ ദ ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് ദി ഹൗസസ് ഹൗസിൻ്റെ സൈസിൻ്റെ ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസത്തിന് കാരണം. ദ റീസൺ ഫോർ ദ ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് ദി ഹൗസസ് ഹൗസിൻ്റെ സൈസിനുള്ള വ്യത്യാസത്തിന് കാരണം എന്താണ്? ഇസ് ദ നമ്പർ ഓഫ് ബ്രിക്സ് യൂസ്ഡ് ബ്രിക്സ് അല്ലെങ്കിൽ ഇഷ്ടികകളുടെ എണ്ണം ഉപയോഗിക്കുന്ന ഇഷ്ടികകളുടെ എണ്ണത്തിലാണ്. ഓക്കെ, അടുത്ത അതുമായിട്ട് റിലേറ്റ് ചെയ്ത് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ദ ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് ദി ഓർഗാനിസം ജീവികളുടെ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നതിനുള്ള കാരണം എന്താണ്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് നോക്കിയാലോ. സൈസ് ഓഫ് ദി ഓർഗാനിസം ഡിഫേഴ്സ് ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് സെൽസ്. അവിടെ നമ്പർ ഓഫ് സെൽസിൻ്റെ എണ്ണത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഓർഗാനിസത്തിൻ്റെ വലിപ്പം വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. സൈസ് ഓഫ് ദി ഓർഗാനിസം ജീവികളുടെ അല്ലെങ്കിൽ ഓർഗാനിസത്തിൻ്റെ വലിപ്പം ഡിഫേഴ്സ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ബേസ്ഡ് ഓൺ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ദ നമ്പർ ഓഫ് സെൽസ് സെൽസിൻ്റെ അല്ലെങ്കിൽ കോശങ്ങളുടെ എണ്ണത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അടുത്തത് ഹൗ മെനി സെൽസ്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദർ ആർ മില്യൺസ് ഓഫ് സെൽസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിൽ മില്യൺസ് ഓഫ് സെൽസ് ഉണ്ട്. ഇഫ് സോ ഹൗ ലാർജ് വുഡ് ബി ദ നമ്പർ ഓഫ് സെൽസ് ഇൻ ദ ബോഡി ഓഫ് എൻ എലിഫൻറ്റ്. അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം, നമ്മുടെ എലിഫൻ്റ് ഉണ്ടല്ലോ, ആനയുടെ ശരീരത്തിൽ എന്തുമാത്രം സെൽസ് ഉണ്ടാകും അല്ലേ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ്. പല തരത്തിലുള്ള സെൽസ് ഉണ്ട്. ഇസ് ദ ഷേപ്പ് ഓഫ് ഓൾ ദ സെൽസ് ഇൻ ദ ഹ്യൂമൻ ബോഡി ദ സെയിം ആസ് ദാറ്റ് ഓഫ് ചീക്ക് സെൽസ്. ഈ ചീക്ക് സെല്ലിൻ്റെ ഷേപ്പ് നമ്മൾ നേരത്തെ കണ്ടു, അതേ ഷേപ്പിനാണോ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ബാക്കി എല്ലാ ഭാഗത്തുമുള്ള സെൽസ് അല്ലെങ്കിൽ കോശങ്ങൾ കാണപ്പെടുന്നത്? ഈ ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ടേക്ക് ദ സ്ലൈഡ് ഓഫ് ബ്ലഡ് സെൽസ് ഫ്രം ദ സ്കൂൾ ലാബ് ആൻഡ് ഒബ്സർവ് ഇറ്റ് ത്രൂ എ മൈക്രോസ്കോപ്പ്. ഈ ബ്ലഡ് സെല്ല് വെച്ചിട്ടുള്ള ഒരു സ്ലൈഡ് ഉണ്ടാവും നമ്മുടെ സ്കൂൾ ലാബിൽ, അതെടുത്ത് നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കാം. ഇസ് ദ ഷേപ്പ് ഓഫ് ദീസ് സെൽസ് സിമിലർ ടു ദ ചീക്ക് സെൽസ്? ചീക്ക് സെല്ലിൻ്റെ അതേ ഷേപ്പാണോ ഈ ബ്ലഡ് സെല്ലിൽ കാണപ്പെടുന്നത്? അല്ല അല്ലേ, അത് വ്യത്യാസമുണ്ട്. ഇവിടെ ഇത് ഏതൊക്കെ സെൽസ് ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഒരു സെല്ല് നമ്മൾ നേരത്തെ കണ്ടതാണ്, മറ്റേ സെല്ല് ബ്ലഡ് സെല്ലുമാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ബ്ലഡ് സെല്ലും ഏതാണ് ചീക്ക് സെല്ലും എന്ന് നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നുണ്ടോ? ഇവിടെ നോക്ക്, ഇവിടെ ഫസ്റ്റ് കൊടുത്തത് ബ്ലഡ് സെല്ലാണ്, രണ്ടാമത് കൊടുത്തിരിക്കുന്നത് എന്താണ്? അത് ചീക്ക് സെൽസ് ആണ്. കവിളിലെ കോശങ്ങളാണ് രണ്ടാമത് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തത് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ രക്തകോശങ്ങൾ, അവയുടെ പിക്ചറാണ്. അടുത്തിവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ദെയർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിൽ വിവിധ തരത്തിലുള്ള സെൽസ് ഉണ്ട് അല്ലേ. ഇവിടെ രണ്ടെണ്ണം തന്നിട്ടുണ്ട്, മസിൽ സെൽ, ന്യൂറോൺ. രണ്ടിൻ്റെയും ഫിഗർ കണ്ടല്ലോ. ദെയർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ലൈക്ക് ദീസ് ഇൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. അതായത് ബഹുകോശ ജീവികളിൽ ഇതേപോലെ പല തരത്തിലുള്ള സെൽസ് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകും. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര ടൈപ്പ് ഓഫ് സെൽസിനെ കുറിച്ചാണ് പഠിച്ചത്? നമ്മൾ മസിൽ സെൽ പഠിച്ചു, ന്യൂറോൺ പഠിച്ചു, പിന്നെ ഇവിടെ ഏതാണ് നമ്മുടെ ബ്ലഡ് സെൽ പഠിച്ചു, പിന്നെ ചീക്ക് സെല്ലും. അത് ഈ 3 സെൽസിൻ്റെയൊക്കെ ഫിഗർ നമ്മൾ പഠിച്ചു. അവ കണ്ട എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അടുത്തത് ഇൻസൈഡ് ദ സെൽ. ഒരു സെല്ലിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? Now we have learned about different kinds of cells. പലതരത്തിലുള്ള സെൽസ് നമ്മൾ പഠിച്ചു. There are certain common components in all cells. എല്ലാ സെൽസിലും എല്ലാ കോശങ്ങളിലും ചില കോമൺ കമ്പണൻസ് ഉണ്ട്.
Examine the figure of the animal cell and note down the parts of the cells in your science diary. ഇവിടെ ഒരു അനിമൽ സെല്ലിൻ്റെ ഫിഗറാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഏതൊക്കെ പാർട്ടാണുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് ഉള്ളത് ഇവിടെ ഈ ഫിഗറിൽ തന്നിട്ടുള്ളത്? ഒരു സെൽ മെംബ്രെയിൻ തന്നിട്ടുണ്ട്, പിന്നെ സൈറ്റോപ്ലാസം തന്നിട്ടുണ്ട്, പിന്നെ ന്യൂക്ലിയസ് തന്നിട്ടുണ്ട്. കണ്ടോ? സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്. ഇവിടെ പറയുന്നുണ്ട് ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ എക്സെട്ര സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് എ സെൽ. ഒരു സെല്ലിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഏതൊക്കെയാണ്? ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ ഇവയാണ്. ന്യൂക്ലിയസ് ഈസ് ദ സെൻറ്റർ ഓഫ് ദി സെൽ. ഒരു സെല്ലിൻ്റെ സെൻറ്ററാണ് ന്യൂക്ലിയസ്. ഒരു കോശത്തിൻ്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? സെൽ മെംബ്രെയിൻ ഇസ് ദ കവറിങ് ഓഫ് ദി സെൽ. ഈ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ആ സെല്ലിൻ്റെ ഒരു കവറിങ് ആണ്. ആ സെല്ലിനെ പൊതിഞ്ഞ് വയ്ക്കുന്ന ഒരു കവറിങ് ആണ് എന്തെന്ന് പറയുന്നത്? സെൽ മെംബ്രെയിൻ, കോശസ്തരം. അടുത്ത ദ മാട്രിക്സ് ഫിൽഡ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ ഇസ് ദ സൈറ്റോപ്ലാസം. ഈ സെൽ മെംബ്രെയിൻ്റെ അകത്ത് അല്ലെങ്കിൽ കോശസ്തരത്തിൻ്റെ അകത്ത് എന്തുണ്ട്? കോശദ്രവ്യമുണ്ട്. ഒരു ദ്രവം നിറഞ്ഞിരിപ്പുണ്ട്. ആ ദ്രവത്തിന് പറയുന്ന പേരാണ് മാട്രിക്സ്. മാട്രിക്സ് എന്ന് വെച്ചാൽ ഒരു ദ്രവമുണ്ട്. ആ ദ്രവത്തിന് പറയുന്ന പേരാണ് എന്ത്? സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്. ഒരു അനിമൽ സെല്ലിൻ്റെ അകത്തുള്ള 3 കാര്യങ്ങൾ: സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ദി സെൽ, ഒരു സെല്ലിൻ്റെ സെൻറ്ററാണ്. അടുത്ത സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഇസ് ദ കവറിങ് ഓഫ് ദി സെൽ, സെല്ലിൻ്റെ ഒരു കവറിങ് ആണ് അല്ലേ. അടുത്ത സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ദ മാട്രിക്സ് ഫിൽഡ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ്റെ അകത്ത് ഫിൽ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നിറച്ചു വെച്ചിരിക്കുന്ന ദ്രാവകം അല്ലെങ്കിൽ ദ്രവ്യമാണ് എന്ത്? സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം. അടുത്ത ഡ്രോ ദ ഫോളോയിങ് ഫിഗർ ഇൻ യുവർ സയൻസ് ഡയറി ആൻഡ് ലേബൽ ദ പാർട്സ്. ഇവിടെ 2 ഫിഗർ വരച്ചിട്ടുണ്ട്. കണ്ടോ? അത് ഒന്ന് വൈറ്റ് ബ്ലഡ് സെൽ, രണ്ടാമത്തത് ചീക്ക് സെൽ. എന്നിട്ട് നിങ്ങൾ സയൻസ് ഡയറിയിൽ ഈ 2 ഫിഗറും വരച്ച് ഇതിൻ്റെ പാർട്സ് ലേബൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് രണ്ടും ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ വൈറ്റ് ബ്ലഡ് സെൽസിൽ സെൽ മെംബ്രെയിൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പുറമേയുള്ള ആ കറുത്ത പോർഷൻ അതാണ് സെൽ മെംബ്രെയിൻ. പിന്നെ ഏറ്റവും അകത്ത് കാണപ്പെടുന്നതാണ് ന്യൂക്ലിയസ്. പിന്നെ ഒരു സൈറ്റോപ്ലാസം, അതിൻ്റെ അകത്തുള്ള മാട്രിക്സ് അല്ലേ, ദ്രവം. അതുപോലെ ചീക്ക് സെല്ലിൻ്റെയും ചെയ്തിട്ടുണ്ട്. സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, സെൽ മെംബ്രെയിൻ. കണ്ടല്ലോ? അപ്പോൾ ഇതേപോലെ വരച്ച് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ വരച്ച് നിങ്ങൾ ഈ പാർട്സൊക്കെ അടയാളപ്പെടുത്തണം കേട്ടോ. വി ഹാവ് ഐഡൻറ്റിഫൈഡ് ദാറ്റ് ദ അനിമൽ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽ. നമുക്ക് മനസ്സിലായി അനിമൽ ബോഡി സെല്ല് വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എങ്കിൽ. നൗ വാട്ട് അബൌട്ട് ദ പ്ലാന്റ് ബോഡി? അങ്ങനെയെങ്കിൽ സസ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഒബ്സർവ് ദ ഒണിയൻ പീൽ ത്രൂ എ മൈക്രോസ്കോപ്പ്. ഒണിയൻ ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിയുടെ ഒരു തൊലി, പീൽ എന്ന് വെച്ചാൽ അതിൻ്റെ തൊലി ഉണ്ടല്ലോ, ഉള്ളിയുടെ തൊലി നമ്മൾ മൈക്രോസ്കോപ്പിൽ വഴി നിരീക്ഷിക്കുക. ഡ്രോ ദ ഔട്ട്ലൈൻ ഓഫ് ദി ഷേപ്പ് യു ഹാവ് ഒബ്സർവ്ഡ് ഇൻ യുവർ സയൻസ് ഡയറി. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയത് എന്താണോ ആ ഒരു ഔട്ട്ലൈൻ നിങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്ക്, കമ്പയർ ഇറ്റ് വിത്ത് ദ ഫിഗർ ബിലോ. താഴെ പറഞ്ഞിട്ടുള്ള ഫിഗറുമായിട്ട് അതിനെ കമ്പയർ ചെയ്യാൻ. ഇതാണ് ഒണിയൻ പീലിൻ്റെ മൈക്രോസ്കോപ്പിക് പിക്ചർ എന്ന് പറയുന്നതാണ് ഇത് ഇവിടെ കാണിച്ചുകൊണ്ട്. സെൽസ് ഓഫ് ഒണിയൻ പീലിലുള്ള സെൽസാണ് ഈ കൊടുത്തേക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇതേ ഒരു ഷേപ്പിലായിരിക്കും നിങ്ങൾക്ക് മൈക്രോസ്കോപ്പിൽ ഒണിയൻ പീൽ നോക്കിയാലും കാണാൻ കഴിയുന്നത്. ദെൻ ഡൈവേഴ്സിറ്റി ഇൻ പ്ലാന്റ് സെൽസ് ടു. ഈ പ്ലാന്റ് സെല്ലിലും വിവിധ തരത്തിൽ ഉണ്ട്. പ്ലാന്റ് സെല്ല് എല്ലാം ഒരേപോലെയല്ല, പല തരത്തിലുള്ള സെൽസ് ഉണ്ട്. പ്ലാന്റിലും പലതരത്തിലുള്ള സെൽസ് ഉണ്ട്. ഹാവൻ യു ഒബ്സർവ് ഗാർഡ് സെൽസ് ഇൻ യുവർ ലോവർ ക്ലാസ്സസ്? ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ ഗാർഡ് സെൽസ് അല്ലെങ്കിൽ കാവൽ കോശങ്ങൾ അതേക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. ഡോണ്ട് യു സീ അതർ സെൽസ് ആൾസോ വിത്ത് ദ ഗാർഡ് സെൽസ് ഇൻ ദ ഗിവൺ ഫിഗർ? ഇവിടെ ഒരു ഫിഗറിൽ മറ്റു കോശങ്ങളും കാണുന്നുണ്ടോ ഗാർഡ് സെൽസിൻ്റെ കൂടെ തന്നെ? ആർ ദ ഗാർഡ് സെൽസ് ദ അതർ സെൽസ് ഇൻ ദ ലീവ്സ് ആൻഡ് ദ സെൽസ് ഇൻ ദ ഒണിയൻ പീൽ സെയിം ഇൻ ഷേപ്പ് ആൻഡ് സൈസ്? നമ്മുടെ ലീഫിൽ, നമ്മുടെ ഇലകളിൽ കാണപ്പെടുന്ന ഗാർഡ് സെൽസും മറ്റ് സെൽസും അതുപോലെ തന്നെ ഒണിയൻ പീലിൽ കാണപ്പെടുന്ന സെൽസും ഒക്കെ സെയിം ആണോ എന്നാ ചോദിച്ചേക്കുന്നത്. സെയിം ആണോ? അല്ല അല്ലേ. ഇലകളിൽ കാണപ്പെടുന്ന സെൽസും ഒണിയൻ പീലിൽ കാണപ്പെടുന്ന സെൽസും ഡിഫറെൻ്റ് ആണ്, ഒരേപോലത്തെ സെൽസ് അല്ല. അപ്പോൾ ഇവിടുത്തെ ആ ചോദ്യത്തിൻ്റെ ആൻസർ എന്താണ്? നോ, ദ ഗാർഡ് സെൽസ്, ദ അതർ സെൽസ് ഇൻ ദ ലീവ്സ് ആൻഡ് ദ സെൽസ് ഇൻ ദ ഒണിയൻ പീൽ ആർ നോട്ട് സെയിം ഇൻ ഷേപ്പ് ആൻഡ് സൈസ്. അതാണ് ആൻസറായിട്ട് വരുന്നത് അല്ലേ.
നോ അല്ല അല്ലേ. അതായത് ലീവ്സിലെ സെൽസും ഓണിയൻ പീലിലെ സെൽസും സെയിം അല്ല, അവ തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അടുത്തെന്താ, അതർ പാർട്സ് യു ഹാവ് ലേബിൾഡ് ഇൻ അനിമൽ സെൽസ് സീൻ ഇൻ പ്ലാന്റ് സെൽസ് ടു. ഇവിടെ നോക്കുക, ഒരു അനിമൽ സെല്ലും ഒരു പ്ലാന്റ് സെല്ലും കൊടുത്തിട്ടുണ്ട്. ഈ അനിമൽ സെല്ലിൽ നമ്മൾ പാർട്സ് ഒക്കെ ലേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അനിമൽ സെല്ലിൽ കൊടുത്തിട്ടുള്ള സെയിം പാർട്സ് പ്ലാന്റ് സെല്ലിലും ഉണ്ടോ? ഈസ് ദെയർ എനി പാർട്ട് ഇൻ പ്ലാന്റ് സെൽ വിച്ച് ഈസ് നോട്ട് ദെയർ ഇൻ അൻ അനിമൽ സെൽ. എന്നാൽ ഏതെങ്കിലും ഒരു പാർട്ട് പ്ലാന്റ് സെല്ലിൽ നമ്മൾ മാർക്ക് ചെയ്ത ഏതെങ്കിലും ഒരു പാർട്ട് അനിമൽ സെല്ലിൽ ഇല്ലാതെയുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ എന്താണ്? കമ്പയർ ദ ഫിഗേഴ്സ് ആൻഡ് കൺസോൾഡേറ്റ് യുവർ ഫൈൻഡിങ്സ് ഇൻ ദ ടേബിൾ. താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. പാർട്സ് ഓഫ് ദി സെൽസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ന്യൂക്ലിയസ്, സെൽ വാൾ എന്നിങ്ങനെ. അതിൽ അനിമൽ സെല്ലിലുള്ളതാണെങ്കിൽ ടിക്ക് കൊടുക്കുക, പ്ലാന്റ് സെല്ലിലും സെയിം പാർട്ട് ഉണ്ടെങ്കിൽ ടിക്ക് കൊടുക്കുക. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോസ് സൈൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ടേബിളിന് എഴുതണം. അപ്പോൾ നമുക്കത് എഴുതിയാലോ? ആ ഒരു ടേബിളാണ് ഇവിടെ ഫില്ല് ചെയ്തേക്കുന്നത്. ന്യൂക്ലിയസ് അനിമൽ സെല്ലിലുണ്ട്, പ്ലാന്റ് സെല്ലിലുണ്ട്. അത് നമുക്ക് ഓൾറെഡി ടെക്സ്റ്റിൽ തന്നിട്ടുള്ളതാണ്. അടുത്തത് സെൽ വാൾ. സെൽ വാൾ അനിമൽ സെല്ലിൽ ആബ്സെൻ്റ് ആണ്, പ്ലാന്റ് സെല്ലിൽ അത് പ്രസൻ്റ് ആണ്. അപ്പോൾ അനിമൽ സെല്ലിൽ ഞാൻ ക്രോസ് ഇട്ടേക്കുന്നത് അത് ആബ്സെൻ്റ് ആണെന്ന് കാണിക്കാനാണ്. പ്ലാന്റ് സെല്ലിലുണ്ട്. അടുത്തത് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഹരിതകണം. അത് ഏതിലേ കാണത്തുള്ളൂ? പ്ലാന്റ് സെല്ലിലേ കാണത്തുള്ളൂ. അനിമൽ സെല്ലിൽ ആബ്സെൻ്റ് ആണ്. അതാണ് അവിടെ ക്രോസ് സൈൻ ഇട്ടേക്കുന്നത്. പ്ലാന്റ് സെല്ലിൽ അത് ടിക്ക് ഇട്ടേക്കുന്നത് പ്രസൻ്റ് ആയതുകൊണ്ട്. അടുത്ത സൈറ്റോപ്ലാസം രണ്ടിലുണ്ട്. വാക്യൂൾ, ഫേനം രണ്ടിലുണ്ട്. സെൽ മെംബ്രെയിനും രണ്ടിലുണ്ട്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസ് രണ്ടിലുണ്ട്, പിന്നെ സൈറ്റോപ്ലാസം, വാക്യൂൾ, സെൽ മെംബ്രെയിൻ ഇതും രണ്ടിലുണ്ട്. ക്ലോറോപ്ലാസ്റ്റും സൈറ്റോപ്ലാസവും പ്ലാന്റ് സെല്ലിൽ പ്രസൻ്റ് ആണ്, എന്നാൽ അനിമൽ സെല്ലിൽ അത് രണ്ടും ആബ്സെൻ്റ് ആണ്. അടുത്ത നമ്മുടെ ഈ ഒരു ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വരച്ച് പഠിക്കാനുള്ളതാണ് കേട്ടോ. അനിമൽ സെല്ല്, പ്ലാന്റ് സെല്ല് തമ്മിലുള്ള കമ്പാരിസണും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ അനിമൽ സെല്ലിലെയും പ്ലാന്റ് സെല്ലിലെയും ഓരോ പാർട്ടും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ന്യൂക്ലിയസ്, ക്ലോറോപ്ലാസ്റ്റ്, സൈറ്റോപ്ലാസം, സെൽ വാൾ, വാക്യൂൾ, സെൽ മെംബ്രെയിൻ ഓരോന്നും കണ്ടല്ലോ, എവിടെയൊക്കെയാണ് ഇരിക്കുന്നത്, എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. വാക്യൂളിൻ്റെ സൈസ് കണ്ടോ? പ്ലാന്റ് സെല്ലിൽ വളരെ വലിയ സൈസിലുള്ള ഒരു വാക്യൂളുണ്ട്, എന്നാൽ അനിമൽ സെല്ലിൽ അത് വളരെ ചെറുതാണ് അല്ലേ, വാക്യൂൾ എന്ന് പറയുന്ന സാധനം. ഫേനം. യു ഹാവ് നോട്ടീസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാന്റ് ആൻഡ് അനിമൽ സെൽ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പ്ലാന്റ് സെല്ലും അനിമൽ സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എന്താണ് പ്ലാന്റ് സെല്ലും അനിമൽ സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് നമ്മുടെ സയൻസ് ഡയറിയിൽ എഴുതണം. ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാന്റ് സെൽ ആൻഡ് അനിമൽ സെൽ ഞാൻ പറഞ്ഞു തരാം. അടുത്ത എന്താണ്? ആർ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ പ്ലാന്റ് മെയ്ഡപ്പ് ഓഫ് സിമിലർ കൈൻഡ്സ് ഓഫ് സെൽസ്. അതായത് ഒരു പ്ലാന്റിൻ്റെ പല ഭാഗങ്ങളും ഒരേ ടൈപ്പിലുള്ള സെൽസ് വെച്ചിട്ടാണോ നിർമ്മിച്ചിരിക്കുന്നത്? ആണോ? അല്ല. നമുക്ക് ഇതുവരെ പഠിച്ചതിൽ നിന്ന് നമുക്കത് ഉറപ്പായിട്ടും പറയാൻ കഴിയും. എന്താണ്? ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് വെച്ചിട്ടായിരിക്കും. ഇവിടെ ഒരു ടേക്ക് എ ക്രോസ് സെക്ഷൻ ഓഫ് എ ടെൻഡർ സ്റ്റെം ഓഫ് എ പ്ലാന്റ് യൂസിങ് എ ഷാർപ്പ് ബ്ലേഡ്. നല്ല ഷാർപ്പായിട്ടുള്ളൊരു ബ്ലേഡ് എടുത്ത് നമ്മൾ നമ്മുടെ ഒരു പ്ലാന്റിൻ്റെ ടെൻഡർ സ്റ്റെം. എന്താണ് ടെൻഡർ സ്റ്റെം എന്ന് വെച്ചാൽ? നല്ല തളിർ സ്റ്റെം ഉണ്ടല്ലോ, അതിന് ക്രോസ് സെക്ഷൻ എടുത്ത് ഒരു നല്ല ബ്ലേഡ് വെച്ചിട്ട് ക്രോസ് സെക്ഷൻ എടുക്കുക. എന്നിട്ട് അതിന് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കാനാണ് പറയുന്നത്. അപ്പോൾ കാണുന്നതാണ് ഈ തന്നിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? യു ക്യാൻ സീ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് സെൽ. നമുക്ക് പലതരത്തിലുള്ള പ്ലാന്റ് സെൽസ് ഉണ്ട്. വി ഹാവ് ലേൺ ദാറ്റ് ദ ബോഡി ഓഫ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആർ മേഡപ്പ് ഓഫ് സെൽസ്. നമുക്കറിയാം അനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്, സെൽസ് കൊണ്ടാണ്. പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഹാവ് സെൽസ് ദാറ്റ് ഡിഫറെൻറ്റ് ഇൻ ഷേപ്പ് ആൻഡ് സൈസ്. ഈ പ്ലാന്റ്സിനും അനിമൽസിനുള്ള സെൽസ് എല്ലാം പല ഷേപ്പിലും പല സൈസിലുള്ളവയാണ്. The life-sustaining activities takes place by the coordination of these cells. ജീവൻ നിലനിർത്തുന്ന ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ഈ സെൽസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കോഓർഡിനേഷൻ, ഏകോപനം മൂലമാണ്. ഇത്രയും പറഞ്ഞ് നമ്മുടെ ഈ യൂണിറ്റ് തീർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയായപ്പോൾ നമ്മുടെ ഈ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ ടെക്സ്റ്റ് എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സിനൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ നമ്മുടെ പുതിയ കുട്ടികളാണ് അല്ലേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ